ആലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. തലവടി സ്വദേശി ഗീതാകുമാരിയുടെ വീടിന് മുകളിലാണ് മരം കടപുഴകി വീണത്. മരം വീഴുമ്പോൾ വീട്ടിൽ ഗീതാകുമാരിയും മകനും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നു. ദേവൻ, വീട് പൂർണ്ണമായും തകരുകയായിരുന്നോ? ഈ വീട്ടിനകത്തുണ്ടായിരുന്നവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? ലക്ഷ്മി, ഈ സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കില്ല. ഏകദേശം വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ ശക്തമായ ഒരു മഴ ഇന്ന് ഉണ്ടായിരുന്നത്. വൈകുന്നേരത്തോടുകൂടി ശക്തമായ കാറ്റും മഴയും തന്നെ ജില്ലയിലാകെ ഉണ്ടായിരുന്നു. ഇതിലാണ് എടത്വ തലവടിയിലാണ് ഇത്തരത്തിൽ ഈ കാറ്റിൽ മരം ഈ വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ തലവടി സ്വദേശിയായിട്ടുള്ള ഗീതാകുമാരിയും ഒപ്പം മകനും മാത്രമായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഈ കാറ്റടിച്ച് സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ തീ കത്തുന്നത് കണ്ടുകൊണ്ട് ഇവർ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ മരം വീടിന് മുകളിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിനുള്ളിലുണ്ടായിരുന്ന ഇവർ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ കഴിയും. അത്ഭുതകരമായിട്ടാണ് ഈ രണ്ടുപേരും വീടിനുള്ളിൽ നിന്നും ആ സമയത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയതും രക്ഷപ്പെട്ടതും. ഒപ്പം തന്നെ മറ്റു സ്ഥലത്തും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലും ഇത്തരത്തിൽ മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂറോളം തന്നെ ആ മേഖലയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ജില്ലയിലാകെ ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പലയിടത്തും ചെറുതും വലുതുമായ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. ലക്ഷ്മി, ദേവൻ MP ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.